പാലക്കാട് ഷൊർണൂരിൽ ട്രെയിനിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. പെൺകുട്ടിയുടെ പരാതിയിൽ രാജസ്ഥാൻ സ്വദേശി സതീഷ് കുമാർ മീണയെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹയാത്രക്കാരനെടുത്ത ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ ഷൊർണൂരിലെത്തിയ മഡ്ഗോൺ എറണാകുളം എക്സ്പ്രസിലാണ് സംഭവം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എം വിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? ഈ മറ്റ് യാത്രക്കാരുടെ ഇടപെടലാണോ പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായകരമായത്? തീർച്ചയായും ടോം, ഇന്ന് രാവിലെയാണ് സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. അതായത് പ്രതി വടകരയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു സ്വകാര്യ ടൈൽസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ഇവിടെ നിന്നും ട്രെയിൻ കയറി ഷൊർണൂരെത്തി, ട്രെയിൻ മാറി കയറി കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലേക്ക് പോകാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഈ വടകരയിൽ നിന്നും ഇയാൾ രാജസ്ഥാൻ സ്വദേശി സതീഷ് കുമാർ മീണ എന്നയാൾ ഈ പ്രതി ട്രെയിനിൽ കയറുകയും യുവതി കോഴിക്കോട് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഈ ട്രെയിനിൽ കയറുകയുമായിരുന്നു. ട്രെയിൻ പോകുന്ന ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് കുറ്റിപ്പുറം ഭാഗം കഴിഞ്ഞപ്പോഴാണ് ഈ യുവതിക്ക് നേരെ ഇയാളെ ലൈംഗിക അതിക്രമം നടത്തുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എതിർദിശയിൽ ബർത്തിന് മുകളിൽ ഇരുന്ന ആളാണ് വീഡിയോ ചിത്രീകരിച്ചത്. സംശയം തോന്നിയ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ബഹളം ചോദ്യം ചെയ്യുകയും യുവതിയും സംഭവം അറിയുകയും അവിടെ ട്രെയിനിൽ നിന്ന് തന്നെ ഷൊർണൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോൾ റെയിൽവേ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. റെയിൽവേ പോലീസ് രാജസ്ഥാൻ സ്വദേശി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ടോം, എന്തായാലും ഇയാളുടെ ഒരു പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ? മാത്രമല്ല, ആ പെൺകുട്ടി ഒരു പക്ഷേ തുടക്കത്തിൽ അറിഞ്ഞു കാണില്ല അല്ലേ ഈ ഇത്തരമൊരു ലൈംഗിക അതിക്രമം ഉണ്ടായത്. അതിനുശേഷം സാധാരണഗതിയിൽ നമുക്കറിയാം, സഹയാത്രക്കാർ പലപ്പോഴും കണ്ണടച്ചിരിക്കും, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല. സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായാൽ സഹായത്തിന് ഒരാളെയും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായും ഒരു സഹയാത്രക്കാരൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തുന്നു. പ്രതി എത്രത്തോളം താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും തെളിവായി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുതന്നെയല്ലേ ഇയാൾക്ക് കുരുക്കായതും? തീർച്ചയായും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രതി കുടുങ്ങാൻ പ്രധാന കാരണം. യുവതി ഉറങ്ങുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രെയിനിൽ വരികയായിരുന്നു. ഇതിനിടയ്ക്ക് യുവാവ് അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രതി അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ട്രെയിനിലെ മറ്റ് സഹയാത്രക്കാരൻ യുവാവ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസും ഇത്ര കാര്യക്ഷമ കൂടുതൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തുകയോ ഒന്നും ആവശ്യമില്ലാത്തൊരു കേസായി മാറിയത് അതുകൊണ്ടാണ്. ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പ്രതിയെ വിളിക്കുന്നു, പ്രതി പല കാര്യങ്ങൾ പറയുന്നു, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. തെളിവ് വേണം, യുവതിയുടെ മൊഴിയെടുക്കും. അങ്ങനെ നിയമവശമായ കുറെ കാര്യങ്ങൾക്ക് ശേഷമാണ് നടപടി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ സഹപ്രവർത്തകൻ സഹയാത്രക്കാരൻ എടുത്ത ഈ ദൃശ്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് വേഗത്തിൽ പ്രതിനെ അറസ്റ്റ് ചെയ്യാനും നടപടികൾ വേഗത്തിലാക്കാനും കഴിഞ്ഞത്. ഇത്തരത്തിൽ സഹയാത്രക്കാരൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി മറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ പറഞ്ഞതും. തുടർന്നാണ് ഇതൊരു വലിയൊരു സംഭവമായി മാറിയിട്ട് പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. പ്രതിനെ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ പോലീസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ടോം, എം വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. അങ്ങേറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമാണ് ഷൊർണൂരിലുണ്ടായത്. ട്രെയിനിൽ വെച്ചാണ് യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് ട്രെയിനുകളിലും ബസ്സുകളിലുമൊക്കെ യുവതികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ കൃത്യമായ ഇടപെടലുകൾ. ഒന്ന് ഓർക്കുക, ഇതുപോലുള്ള ലൈംഗിക വൈകൃതമുള്ളവർ, നിങ്ങളെ നിരീക്ഷിക്കാൻ ഇവിടുത്തെ ക്യാമറ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സഹയാത്രക്കാരുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ പിടിക്കപ്പെടുമ്പോൾ, കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാകും. നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാകും. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഷൊർണൂരിലെ ഈ സംഭവം. എന്തായാലും പ്രതിയെ
പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.